കർക്കിടകം വന്നായിട്ട് അമ്മൂമ്മയുടെ വക സ്പെഷ്യൽ ഓർഡർ ഉണ്ട് കളരി പോകാൻ. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയി കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ചേട്ടനാണ് എന്നെയും അപ്പച്ചിയും അപ്പുറത്തെ ശ്യാമള അമ്മയും കളരി കൊണ്ടുവിട്ടത്. അവയുടെ കുടുംബത്തിന്റെ കളരിയാണ് കുറ്റ്നാട്ടേത്. ഇവിടെ വലിയൊരു സർപ്പക്കാവും പണ്ട് കളരി നടന്നിരുന്ന ഇടവും ദേവീക്ഷേത്രവും കുടുംബവും ഒക്കെ ഉണ്ട്. മുഖത്തെ ആ ചിരി കണ്ടില്ലേ, അത് ഞാൻ ക്യാമറയെ പടം പിടിക്കുന്ന കണ്ടിട്ടാണേ. ബിബിൻ ചേട്ടനെ യാത്ര പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ കളരിയിലേക്ക് നടന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും പൂജ തീരാറായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നട തുറക്കുമ്പോൾ ഒന്ന് കയറി തൊഴാമെന്ന് വെച്ച് അകത്തേക്ക് കയറി. കല്യാണം കഴിഞ്ഞ പിന്നെ വളരെ കുറച്ച് വട്ടമേ ഞാൻ കളരി വന്നിട്ടുള്ളൂ. എപ്പോൾ ഇവിടെ വന്നാലും ഒരു പ്രത്യേക ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്. അച്ഛനാണ് കളരിയിലെ ഓൾ ഇൻ ഓൾ. ഇവിടെയും കാട് പിടിച്ചു കിടന്ന കാലത്ത് അച്ഛനും മറ്റു കുടുംബ ട്രസ്റ്റ് അംഗങ്ങളും മുൻകൈ എടുത്താണ് അമ്പലവും സർപ്പക്കാവും മറ്റും റിനോവേറ്റ് ചെയ്ത് ഇതുവരെ എത്തിച്ചത്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും എന്തൊക്കെ വന്നാലും അച്ഛൻ ലീവ് എടുത്ത് ഇവിടെ വരും. രാവിലെ തന്നെ അച്ഛൻ വന്ന് വായനയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. വൈകുന്നേരം വരെ ഇവിടെ ലളിതാ സഹസ്രനാമം ജപിച്ച് അർച്ചന നടത്താറുണ്ട്. എനിക്ക് ബൈക്കിലൂടെ 2 തവണ ജപിക്കാൻ അവസരം കിട്ടി. ജപത്തിന് ശേഷം നല്ല അടിപൊളി സാമ്പാറും ഇഡലിയും ചായയും കിട്ടി. അച്ഛൻ വായനയിലും മറ്റു തിരക്കുകളിലുമായിരുന്നു. ആ സമയം കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ഛനക്കുള്ള തുളസിയും പൂക്കളും ഞാനും അപ്പച്ചിയും കൂടി പൂജകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കത്തിച്ചു വെച്ച വിളക്കുകളും അലങ്കാരങ്ങളും ജപങ്ങളും ഒക്കെ കണ്ട് കേട്ടു ഇരിക്കാൻ ഒരു പ്രത്യേക വൈബായിരുന്നു. പിന്നെ ഇവിടുത്തെ പഴം തുറക്കിയിട്ട പ്രസാദമാണ് ഭയങ്കര ടേസ്റ്റ് ആണ്. അച്ഛനോട് പറഞ്ഞ് ഞാൻ 2 എണ്ണം മേടിച്ച് കഴിച്ചായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പം അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ ശരി, ബൈ.